ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ആതിര എന്നാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി സംബന്ധിച്ച ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. 2020 ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിത അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. ഹസ്ബൻഡിനായാലും സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വന്തമായിട്ട് സ്ഥലമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലൈഫ് മിഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ അപേക്ഷിക്കുകയായിരുന്നു. അപേക്ഷ ഓൺലൈനായിട്ടാണ് കൊടുത്തത്. അപേക്ഷ കൊടുത്ത് നമുക്ക് 2020 തന്നെ നമുക്ക് അർഹത ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ SC വിഭാഗമാണ്. എൻ്റെ പേരിലായിരുന്നു ഞാൻ അപേക്ഷിച്ചിരുന്നത്. ഞാൻ മുരിയാട് പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ മുരിയാടാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആ സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നത് മുരിയാടായിരുന്നു. അപ്പോൾ ഞാൻ ആ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പോലെ മുരിയാടാണ് ഞാൻ ലൈഫ് മിഷനിൽ അപേക്ഷിച്ചത്. അങ്ങനെയാണ് എനിക്ക് സ്ഥലത്തിനും വീടിനും കൂടി ലൈഫ് മിഷനിൽ പാസ്സായത്. ഇത് പാസ്സായി കഴിഞ്ഞ് നമ്മളവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തേക്ക് വിളിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് റേഷൻ കാർഡ്, ആധാർ, ഇതിൻ്റെയൊക്കെ കോപ്പിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചവർ പഞ്ചായത്തിൽ വെച്ചു. എന്നിട്ട് നമുക്ക് അറിയിപ്പ് തരാമെന്ന് പറഞ്ഞു. അതായത് സ്ഥലം വാങ്ങേണ്ട സമയമൊക്കെ ആകുമ്പോൾ ഫണ്ട് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. അതായത് ഇനിയൊരു വിളി വന്നിട്ട് നമ്മൾ ചെന്നാൽ മതി എന്നുള്ളൊരിതിൽ നമ്മളന്ന് പോകുന്നു. 2020 പാസ്സായിട്ട് ഇതിപ്പോൾ 2026. ഈ 2026 നമ്മളെ പഞ്ചായത്തിൽ നിന്ന് പിന്നീട് 2020 ശേഷം ഇപ്പോഴാണ് അവർ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യണത്. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. അതായത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം അന്വേഷിച്ചായിരുന്നു. എന്താണ് ഇനി കിട്ടോ ഇല്ലയോ, ഇത് നിർത്തലാക്കിയോ എന്താ ഒന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അന്വേഷിക്കാമല്ലോ. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീട് പണിയാനുള്ളത് നമുക്ക് റെഡിയാക്കാമായിരുന്നു. ഇത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല, വീടും ഇല്ല. അപ്പോൾ രണ്ടിനും കൂടി ഉള്ളവരെ നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് ലിസ്റ്റ് ഇട്ടിരിക്കുകയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഈ 2026 ഏപ്രിലാണ് നമ്മളെ അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ഇന്നപോലെ നിങ്ങളുടെ പാസ്സായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, എന്തായാലും വരണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ തന്നെയായിരുന്നു, പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടായിരുന്നു ആ മീറ്റിംഗ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്നെപ്പോലെ സ്ഥലവും വീടും ഇല്ലാത്തവരെ എല്ലാവരെയും അതായത് അവസാനത്തെ ഒരു ലിസ്റ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് വീടിന് പാസ്സായി എല്ലാവർക്കും കൊടുത്തിരുന്നു. ശേഷം വന്ന അവസാനത്തെ ലിസ്റ്റാണ് ഞങ്ങളുടെ. അതായത് സ്ഥലവും വീടും ഇല്ലാത്തവർക്കുള്ള ലിസ്റ്റിലാണ് നമ്മൾ പെട്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, അതായത് ഫണ്ട് പാസ്സായിട്ടുണ്ട്, പക്ഷേ നമ്മൾ സ്ഥലം നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ തന്നെ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളവിടെ കുറച്ച് രേഖകളൊക്കെ ഹാജരാക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ സ്ഥലം അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വില്ലേജിലൊരു അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഇതുവരെ സ്ഥലത്തിനോ വീടിനോ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നൊരു പേപ്പറും കൂടി നമുക്ക് അവിടെ നിന്നും വാങ്ങണമായിരുന്നു. ഇവിടെ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും. അങ്ങനെ ഈ 3 പേപ്പർ, വില്ലേജ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഈ 3 നമ്മൾ പേപ്പർ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ 1-2 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ അതായത് ഈ പറഞ്ഞ 3 പേപ്പറുകളും നമ്മൾ റെഡിയാക്കി കൊണ്ടുചെന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ നമ്മളോട് ചോദിച്ചു, സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ നിയമപ്രകാരം നമുക്ക് 3 സെൻറ്റ് വരെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വാങ്ങിക്കാം. ഞാൻ SC വിഭാഗമാണ്. ഞാൻ SCക്കാർക്ക് 2.25 2,25,000 രൂപയാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ പ്രകാരം. അതുപോലെ തന്നെ OBCക്കാർക്ക് 2 ലക്ഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ സ്ഥലം വാങ്ങാനായിട്ട് SCക്കാർക്ക് 2,25,000, OBCക്കാർക്ക് 2 ലക്ഷം രൂപയാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ അറിയിച്ചപ്പോൾ നമുക്കൊരു പേപ്പർ തരേണ്ടത് കണ്ടില്ലേ, ഇങ്ങനൊരു പേപ്പർ തരാണ് ചെയ്തത്. ഇതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 രേഖകൾ. ഈ 13 രേഖകൾ അതായത് വാങ്ങുന്ന ഞാൻ സമർപ്പിക്കേണ്ട രേഖകളാണ്.
ഇതിന് താഴെ ഒരു 7 രേഖകളുണ്ട്. അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത്, അതായത് നമ്മൾ സ്ഥലം വാങ്ങാൻ പോകുന്ന ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട രേഖകളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നതെന്ന്. ആദ്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഫോട്ടോ, അതായത് വാങ്ങുന്ന ആൾ എൻ്റെ ഫോട്ടോ. രണ്ടാമതായിട്ട് 200 രൂപയുടെ മുദ്രപത്രം വേണം, അത് അവർക്ക് അവിടെ സമ്മതപത്രം എഴുതി മേടിക്കാനാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് റേഷൻ കാർഡിൻ്റെ പകർപ്പ്, നമ്മുടെ പേരുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, പിന്നെ രേഖപരിശോധന സമയത്ത് ഹാജരാക്കിയ സത്യപ്രസ്താവന. പിന്നെ വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ്. പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഭൂമി ലഭിച്ചിട്ടില്ല, അതായത് ബ്ലോക്കിൽ നിന്ന് നമ്മൾ നേരത്തെ മേടിച്ചിരുന്നല്ലോ, സ്വന്തമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതാണ് കേട്ടോ ഇത്. പിന്നെ വരണത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഭൂമി ലഭിച്ചിട്ടില്ല, അതും നമ്മൾ മുൻകൂട്ടി മേടിച്ചിരുന്നു. പിന്നെ വരുന്നത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആർക്കും ഭൂമിയില്ല എന്നുള്ള വില്ലേജ് ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം വേണം, അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കും സ്വന്തമായിട്ട് ഭൂമിയില്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് നമുക്ക് ഭൂമി ലഭിച്ചിട്ടില്ല എന്ന സത്യവാങ്മൂലം, പിന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ കൈവകാശ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ഭൂമി വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക. പിന്നെ നികുതി രസീത്. നികുതിയും നമ്മൾ ഭൂമി വാങ്ങുന്ന ആളുടെ തന്നെ വാങ്ങിക്കണം, കാരണം നമ്മൾ വാങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ നികുതിയും അതുപോലെ തന്നെ കൈവശ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഭൂമി നൽകുന്ന ആളിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങുന്നത് നോക്കാം. ആദ്യമായിട്ട് ഭൂമി നിശ്ചിത വിലയ്ക്ക് നൽകാമെന്ന് സമ്മതമാണെന്നുള്ളൊരു സാക്ഷ്യപത്രം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. രണ്ടാമത്തെ കാര്യം അവരുടെ ആധാർ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, ആധാരത്തിൻ്റെ പകർപ്പ്. പിന്നെ അതായത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സ്ഥലം വാങ്ങുന്നത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ 2,25,000 രൂപ പോകുന്നത്. അതായത് ഇപ്പോൾ പാസ് അയക്കുന്നത് എനിക്കാണ്, ഞാനാണ് സ്ഥലം വാങ്ങിക്കുന്നത്, പക്ഷേ എൻ്റെ അക്കൗണ്ടിലേക്കല്ല അത് വരിക. നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സ്ഥലം വാങ്ങുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ ഫണ്ട് ചെയ്യുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്, അക്കൗണ്ട് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. കുറഞ്ഞത് 10 വർഷത്തെ ഭൂമിയുടെ ബാധ്യത സർട്ടിഫിക്കറ്റ്, അതായത് 10 വർഷം വരെയായിട്ടും ആ ഭൂമിക്ക് ഒരു തരത്തിലുള്ള ബാധ്യത ഉണ്ടാവരുത്, അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ലൊക്കേഷൻ സ്കെച്ച് നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ കൈവകാശ സർട്ടിഫിക്കറ്റ്. ഇത്രയാണ് നമ്മൾക്ക് നൽകുന്ന, അതായത് നമ്മൾ മേടിക്കുന്ന ആൾ നമുക്ക് തരേണ്ടത്. ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളവിടെ ഹാജരാക്കി നമ്മൾ അവിടെ വിഒൻ്റെ മുമ്പിൽ നമ്മൾ ഇതിൻ്റെ 2 പേരായിരുന്നു കേട്ടോ നമ്മൾ മേടിക്കുന്ന സ്ഥലത്തിൻ്റെ ഓണേഴ്സ്. അപ്പോൾ അവർ വന്ന് സൈൻ ചെയ്തു, ഞാനും സൈൻ ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഭൂമി വാങ്ങാനുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ മുദ്രപത്ര ഉൾപ്പെടലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് സ്റ്റാമ്പ് വർക്കുകളും ഫീസൊക്കെ ഒഴിവാക്കിയോണ്ടുള്ള, അതായത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കാരണം കൊണ്ട് നമുക്ക് സ്റ്റാമ്പ് വർക്കുകളൊക്കെ ഒഴിവാക്കി എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേപ്പറായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഒരു പേപ്പർ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നു. അപ്പോൾ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകണം, അതായത് ആധാർ എഴുത്തുകാരുടെ അടുത്ത് ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എമൗണ്ട് കുറച്ച്, ഞങ്ങൾ എഴുതിച്ചപ്പോൾ ഏകദേശം ഒരു 4,000 സംതിങ് ആണ് നമുക്ക് വന്നിട്ടുള്ളൂ. 4,500 രൂപയാണ് ആയിട്ടുള്ളൂ ആധാരം എഴുതാനായിട്ട്. അപ്പോൾ അത്രേ വരുള്ളൂ. പിന്നെ ഈ പേപ്പറിൽ അവർ 2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഭൂമി വാങ്ങുന്ന ഗുണഭോക്താവ് ഈ ഭൂമി യാതൊരു കാരണവശാലും സർക്കാർ അനുമതിയില്ലാതെ വിൽക്കുവാനോ പിന്തുടർച്ച അവകാശികളില്ലാതെ കൈമാറ്റം ചെയ്യുവാനോ പാടുള്ളതല്ല എന്നും കൂടി ഈ ആധാരത്തിൽ എഴുതി ചേർക്കണമെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് നമുക്കത് നമ്മുടെ അവകാശികൾക്കല്ലാതെ വേറെ ഒരാൾക്ക് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ പാടില്ല, നല്ലൊരു കാര്യമാണത്. അങ്ങനെ ഒരു ഇതും കൂടി ഈ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ആധാരം അവിടെ റെഡിയാക്കുക. അങ്ങനെ നമ്മൾ ആധാരം എഴുതിച്ചു, സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു.
ആധാരം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. 2 ദിവസം മുമ്പ് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഇങ്ങനൊരു സഹായം കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ഉപകാരമാണ് സർക്കാരിൽ നിന്ന് ഇങ്ങനൊരു സഹായം കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോസിലൂടെ നിങ്ങളെ അങ്ങോട്ട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ സ്ഥലം വരെ വാങ്ങിച്ചു, കുറേ കടമ്പകൾ കടന്ന് നമ്മൾ അവിടം വരെ എത്തി, സ്ഥലം വാങ്ങിച്ചു, സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫണ്ട് ഇതുവരെയായിട്ട് നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കയ്യിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഇനി ഫണ്ട് 1-2 മാസം എടുക്കുമെന്ന് തോന്നുന്നു. അതിനുള്ളിൽ നമ്മുടെ ഓണറുടെ അക്കൗണ്ടിലേക്ക് വീണോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്താണ് ചെയ്തത്. അതിപ്പോൾ നമ്മൾ വീട് പണിയുടെ സമയമായാലും നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ടി വരും. പതുക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളല്ല, അപ്പോൾ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ റെഡിയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുക, ഇല്ലാത്തത് ഫണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ഇനി നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇത് വലിയൊരു ഉപകാരമാണ് അല്ലേ. അപ്പോൾ എന്നെപ്പോലെ വീടും സ്ഥലം ഇല്ലാത്തവർ ഒന്ന് അപേക്ഷിച്ച് നോക്കുക. സമയമാകുമ്പോൾ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തിട്ട് ഒരു വട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെയും കൊടുക്കുക. അങ്ങനെ കൊടുത്ത് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് പാസ്സാവുമല്ലോ. അപ്പോൾ അങ്ങനെ പാസ്സാവട്ടെ എല്ലാവർക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതായത് പഞ്ചായത്ത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, നമ്മൾ കുറേ നടക്കേണ്ടി വരും. അത് പ്രശ്നമില്ല, കുറേ നടന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, ആരും നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയില്ലല്ലോ. സ്വന്തമായിട്ടൊരു വീട്, സ്ഥലം, ഇതൊക്കെ നമുക്ക് കിട്ടുമല്ലോ. ഇനി ഓരോ അപ്ഡേറ്റ്സും ഞാൻ ഇടുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.